1995 പിക്സാർട്ട് സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ആനിമേഷൻ മൂവിയാണ് ടോയ് സ്റ്റോറി. നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ജീവൻ വെച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പൊട്ടറ്റോ ടോയ് കുറെ ആൾക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുകയും ബാങ്ക് കൊള്ളയടിക്കുന്നതുമായിട്ടാണ്. എന്നാൽ ഇതിനിടെ വുഡി എന്ന ടോയ് അങ്ങോട്ടേക്ക് വരികയും അവരെയൊക്കെ രക്ഷിച്ച് പൊട്ടാറ്റോ ടോയിനെ ജയിലിൽ അടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അനിയത്തി അത് കാണുകയും അവൾ പൊട്ടാറ്റോ ടോയിനെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് കളയുന്നു. ശേഷം വുഡിയെ എടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പേര് ആൻഡി എന്നാണ്. അവന്റെ ഫേവറേറ്റ് ടോയ് ആണ് വുഡി. ഇതിനിടെ അവന്റെ അമ്മ അവനെ വിളിക്കുകയും നിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, നീ ടോയ്സ് ഒക്കെ റൂമിൽ വെച്ചിട്ട് അനിയത്തിയും കൂട്ടി വാ എന്ന് പറഞ്ഞതോടെ അവൻ വുഡിയെ റൂമിൽ വെക്കുകയും അനിയത്തിയും കൂട്ടി താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ പോയതോടെ വുഡി എണീക്കുകയും ബാക്കിയുള്ള ടോയ്സിനോടൊക്കെ എണീക്കാൻ പറയുകയും ഇന്ന് ആൻഡിയുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് അവൻ എല്ലാവരെയും വിളിച്ചു വരുത്തുകയും അതോടെ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ വുഡി നമ്മൾ ഒരാഴ്ചക്കകം എവിടെ നിന്ന് പോകും എന്ന് പറയുകയും ഇതിനിടെ ആൻഡിയുടെ ബർത്ത്ഡേ എന്നാണെന്നും വുഡി പറയുകയും അതോടെ അതെന്തിനാ ഇങ്ങനെ ഇടക്കിടക്ക് വെക്കുന്നതെന്ന് അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ നിന്നും നമ്മൾ പോവുകയല്ലേ, അതുകൊണ്ടായിരിക്കാം ഇപ്പോ ബർത്ത്ഡേ പാർട്ടി വെച്ചത് എന്നൊക്കെ വുഡി പറയുന്നു. പിന്നെ നിങ്ങളാരും എന്നെ പോലെ പേടിക്കാതിരിക്കൂ, അവന് പുതിയ ടോയ് ഒന്നും കിട്ടത്തില്ല, ഇനി അഥവാ കിട്ടിയാൽ തന്നെ നമ്മളെയൊന്നും അവൻ മറക്കില്ല എന്ന് വുഡി പറയുമ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്, നീയല്ലേ അവന്റെ ഫേവറേറ്റ് ടോയ് എന്നൊക്കെ പൊട്ടറ്റോമൻ പറയുമ്പോൾ ഞങ്ങൾക്കാണ് മുഴുവൻ പ്രശ്നമെന്ന് ഡൈനോസറും പറയുന്നു. അതോടെ വുഡി നിങ്ങളാരും പേടിക്കണ്ട എന്ന് പറയുകയും അവന് എത്ര ടോയ്സ് കിട്ടിയാലും നമ്മളെയൊന്നും അവൻ മറക്കില്ല എന്ന് പറയുകയും ആരാണ് ഫേവറേറ്റ് ടോയ് എന്നതിലല്ല കാര്യം, അവൻ നമ്മളെ വെച്ച് കളിക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വുഡി പറയുന്നു. എന്നാൽ ഇതിനിടെ ഒരുത്തൻ ഗിഫ്റ്റുമായി വരുന്നുണ്ടോ എന്നൊക്കെ പറയുകയും അതോടെ അവർ ജനാലയിലൂടെ നോക്കുമ്പോൾ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവരുന്നതായും കാണുന്നു. അതോടെ അവർ പേടിച്ച് വുഡിയോട് അത് പറയുകയും എന്നാൽ ഇതിനിടെ വുഡി നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൻ പട്ടാളക്കാരെ താഴേക്ക് അയക്കാൻ റെഡിയാവുകയും താഴെ എത്ര ഗിഫ്റ്റ് ഉണ്ടെന്നും അത് ഏതൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വുഡി പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് അയക്കുന്നു. അതോടെ എല്ലാ പട്ടാളക്കാരും താഴേക്ക് ഒളിച്ചൊക്കെ പോവുകയും പാരഷൂട്ടും കയറൊക്കെ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങുകയും ശേഷം ഒരു ചെടിയുടെ ചട്ടിയിൽ ഒളിച്ച് ഓക്കി ടോക്കിയൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഏതൊക്കെ ഗിഫ്റ്റാണ് വന്നിരിക്കുന്നത് എന്ന് ബൈനോക്കുലർ വഴി നോക്കുന്നു. അതോടെ ഒരുപാട് ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടും ടോയ് ഒന്നും കാണാത്തതോടെ പട്ടാളക്കാർ വോക്കി ടോക്കി വഴി അവരോട് അതൊക്കെ പറയുകയും അതോടെ വുഡിയും കൂട്ടുകാരും സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ പട്ടാളക്കാർ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ആൻഡിയുടെ അമ്മ അവനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നു. അതോടെ അത് എന്താണെന്ന് അറിയാൻ ഡൈനോസർ ടെൻഷനോടെ മേശ പിടിച്ച് കുലുക്കുകയും അതോടെ വാക്കി ടോക്കി താഴെ വീണ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അതോടെ വുഡി പെട്ടെന്ന് തന്നെ അത് ശരിയാക്കുകയും ഇതിനിടെ ആൻഡി മുകളിലേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും അതോടെ അവർ ആദ്യം ഉള്ള സ്ഥലത്ത് തന്നെ പോയി ഇരിക്കുകയും ചെയ്യുന്നു. അതോടെ ആൻഡി പുതിയ ടോയുമായി റൂമിലേക്ക് വരികയും അവന്റെ കട്ടിലിൽ അത് വെച്ചതിന് ശേഷം വുഡിയെ തട്ടി കട്ടിലിനടിയിലേക്ക് ഇടുന്നു. ശേഷം ആൻഡി അവിടെ നിന്നും പോകുന്നു. അതോടെ ആൻഡി പോയതോടെ എല്ലാ കളിപ്പാട്ടങ്ങളും ഉണരുകയും അത് എന്ത് ടോയ് ആണെന്ന് നോക്കാൻ വേണ്ടി എല്ലാവരും കട്ടിലിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവർ നോക്കുമ്പോൾ വുഡി കട്ടിലിന്റെ അടിയിൽ നിന്നും എണീറ്റ് വരുന്നത് കാണുകയും ഇതിനിടെ അവർ നിന്നെ അവൻ തട്ടി കട്ടിലിനടിയിലേക്ക് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് അവൻ ധൃതിയിൽ ചെയ്തതാണെന്നൊക്കെ വുഡി പറയുകയും ആ കാര്യം ഇടാൻ പറയുകയും ചെയ്യുന്നു. ശേഷം വുഡി മുകളിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോൾ പുതിയ ഒരു ടോയ് കാണുകയും ഇതിനിടെ അത് ഉണരുകയും ഹലോ സ്റ്റാർ കമാൻഡ് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഇതിനിടെ എന്റെ ഷിപ്പ് എന്ന് പറഞ്ഞ് അവൻ അവന്റെ ബോക്സിന്റെ അടുത്തേക്ക് ഓടുകയും ഇത് റിപ്പയർ ചെയ്യാൻ ഒരുപാട് ദിവസമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തൊക്കെയോ സ്വിച്ച് ഞെക്കുകയും അതൊക്കെ സ്റ്റാർ കമാൻഡിനോട് പറയുകയും ചെയ്യുന്നു. ശേഷം അവൻ ഇപ്പോൾ ഞാനുള്ളത് ഏത് പ്ലാനറ്റിലാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയും അവിടെ നിന്ന് ഒന്ന് ചാടി നോക്കിയിട്ട് ഇവിടുത്തെ മണ്ണ് അത്ര ഉറപ്പില്ല എന്ന് പറയുകയും ഇവിടെ മറ്റ് ജീവികളൊന്നും ഇല്ല എന്ന് അവൻ സ്റ്റാർ കമാൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വുഡി ഹായ് എന്ന് പറയുന്നു. അതോടെ പെട്ടെന്ന് തന്നെ അവനെ കണ്ടതോടെ അവൻ പേടിക്കുകയും അവന്റെ ലേസർ വെച്ചൊക്കെ അവരെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഇതിനിടെ എന്റെ പേര് വുഡിയാണെന്നും ഇത് ആൻഡിയുടെ റൂമാണെന്നും വുഡി പറയുകയും ഇതിനിടെ അവൻ വുഡിയുടെ മേലുള്ള ഷെരീഫിന്റെ ബാഡ്ജ് കണ്ട് നീ പോലീസാണോ, എന്റെ പേര് ബസ് ലൈറ്റ്ഇയർ, ഞാനൊരു സ്പേസ് റേഞ്ചർ ആണ്, യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ യൂണിറ്റ്, ഇവിടെ ഞാൻ എത്തിപ്പെട്ടത് എന്റെ ഷിപ്പ് ക്രാഷ് ആയിട്ടാണ് എന്നൊക്കെ ബസ് പറയുമ്പോൾ മറ്റു ടോയ്സ് അങ്ങോട്ടേക്ക് വരികയും അതോടെ ബസ് അവരുടെ മേലേക്ക് ലേസർ അടിക്കുമ്പോൾ അവരും ഈ റൂമിലുള്ളതാണ്, അവരും ആൻഡിയുടെ ടോയ്സ് ആണെന്നൊക്കെ വുഡി അവന് പറഞ്ഞു കൊടുക്കുകയും അതോടെ എന്റെ പേര് ബസ് ലൈറ്റ്ഇയർ ആണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുകയും ഇതിനിടെ ഡൈനോസർ അവന് കൈയൊക്കെ കൊടുത്ത് പരിചയപ്പെടുന്നു. ശേഷം ബസ് സ്പേസ് കഥകൾ വീണ്ടും പറയുകയും എന്നാൽ ഇതിനിടെ വുഡി അവന്റെ ബോക്സിൽ നോക്കിയതും അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും വുഡിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ബാക്കിയുള്ള ടോയ്സ് ഒക്കെ അവനെ വിശ്വസിക്കുകയും അവൻ ഭയങ്കരനാണെന്നൊക്കെ കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വുഡി അവനോട് ആൻഡിയുടെ പുതിയ ടോയിനെ കണ്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ടോയ് അല്ല എന്ന് ബസ് പറയുകയും എന്നാൽ ഇതിനിടെ അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടെ ഡൈനോസർ ഒരു സ്പേസ് റേഞ്ചറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ വുഡി ഒരു സ്പേസ് റേഞ്ചർ ഏലിയൻസിനോട് ഫൈറ്റ് ചെയ്യും, പിന്നെ പറക്കാനും പറ്റും, പക്ഷെ ഇവനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വുഡി പറയുമ്പോൾ ബസ് അവന്റെ ചിറകുണാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വുഡി ഇത് വെച്ച് പറക്കാനൊന്നും പറ്റില്ല, ഇത് പ്ലാസ്റ്റിക് ആണ് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും അവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും അതോടെ വുഡി എന്നാൽ നീ പറന്ന് കാണിക്കുക എന്നും പറയുന്നു. അതോടെ
അതോടെ ബസ് നടന്ന് കട്ടിലിന്റെ അറ്റത്തേക്ക് ചെല്ലുകയും അവിടുന്ന് താഴേക്ക് എടുത്തു ചാടി ബോളിൽ ചെന്ന് തെറിച്ച് ഒരു കാറിന്റെ മേലേക്ക് വന്ന് മേലേക്ക് പോവുകയും അവിടെയുള്ള ഒരു ടോയ് പ്ലെയിനിന്റെ മേലെ കയറി രണ്ട് ചുറ്റി സ്റ്റൈലായി കട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നു. അതോടെ ഇതൊക്കെ കണ്ട മറ്റു ടോയ്സ് അത്ഭുതപ്പെടുകയും അവനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വുഡി അത് പറക്കുകയല്ല എന്നൊക്കെ പറയുകയും അത് ചാടി സ്റ്റൈലായി വന്ന് ഇറങ്ങിയതാണെന്നൊക്കെ പറയുമ്പോൾ അവർ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ആൻഡി വുഡിയെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വുഡി ബാങ്ക് കൊള്ളിയടിക്കുന്നതായിട്ടും ബസ് ലൈറ്റിയർ അവനെ വന്ന് അടിച്ചിടുന്നതുമായിട്ടാണ് അവൻ കളിക്കുന്നത്. ഇപ്പോ ബസ്സാണ് അവന്റെ ഫേവറേറ്റ്. വുഡിയുടെ ഫോട്ടോ ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പോ ബസ്സിന്റെ ഫോട്ടോയാണ്. ഇപ്പോ എല്ലാ ടോയ്സിനും ഇഷ്ടം ബസ്സിനെയാണ്. ബസ് എല്ലാ ടോയ്സിനോടും ക്ലോസ് ആകുന്നത് കണ്ടിട്ട് വുഡി വിഷമിക്കുകയും എന്നാൽ ഇതിനിടെ ഇവൾ സമാധാനിപ്പിക്കുമ്പോൾ ഇതിനിടെ പൊട്ടാറ്റമ്മൻ വീണ്ടും അവനെ കളിയാക്കി അതിലൂടെ പോകുന്നു. അതോടെ വുഡിക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുകയും ബസ്സിന്റെ അടുത്തേക്ക് ചെന്ന് ഞാനാണ് ആന്റിയുടെ ഫേവറേറ്റ് ടോയ്, അതുകൊണ്ട് നീ ആന്റിയുടെ അടുത്ത് നിന്ന് ദൂരോട്ട് പോകണം, പിന്നെ നിന്റെ ഈ അഭിനയം അത് നീ ഒന്ന് നിർത്ത് എന്ന് വുഡി പറയുകയും എന്നാൽ ഇതിനിടെ ബസ് എണീറ്റ് വന്ന് നിനക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർ കമാൻഡ് ആയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്തോ എന്ന് ബസ് പറയുമ്പോൾ അപ്പൊ നീ പറഞ്ഞാൽ കേൾക്കില്ലല്ലേ എന്ന് പറഞ്ഞ് വുഡി അവനെ കൈവെക്കുകയും ഇതിനിടെ അവന്റെ ഹെൽമെറ്റ് താന്നു പോകുകയും അതോടെ അവൻ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ തോന്നുകയും ശേഷം ഇവിടുത്തെ കാറ്റ് വിഷമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ റെഡിയാവുകയും ചെയ്യുന്നു. ശേഷം എത്ര ധൈര്യമുണ്ടായിട്ടാടാ നീ ഒരു സ്പേസ് റേഞ്ചറിന്റെ ഹെൽമെറ്റ് മാറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ബസ് അവനോട് ദേഷ്യം പിടിക്കുമ്പോൾ അപ്പൊ നീ ശരിക്കും സ്പേസ് റേഞ്ചർ ആണെന്നാണോ നിന്റെ വിചാരം? ഞാൻ കരുതിയത് നീ അഭിനയിക്കുകയാണെന്നാണ് എന്നൊക്കെ പറഞ്ഞ് വുഡി അവനെ കളിയാക്കുമ്പോൾ പുറത്തു നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുകയും അതോടെ അവർ അതെന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനാണ്. അവനൊരു ടോയിയെ പടക്കം വെച്ച് പൊട്ടിക്കാൻ പോവുകയാണ്. എന്നാൽ ഇതിനിടെ ബസ് അതെന്താണെന്ന് ചോദിക്കുകയും അത് അപ്പുറത്തെ വീട്ടിലെ സിഡ് എന്ന പയ്യനാണ്. അവന്റെ മെയിൻ ഹോബി ഓരോ ടോയ്സിനെയും എങ്ങനെ കഷ്ടപ്പെടുത്തുന്നതാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ ആ ടോയിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ബസ് പറയുമ്പോൾ വുഡി അവന്റെ ലേസർ അമർത്തുകയും അതടിച്ച് അവനെ തീർക്കാൻ കളിയാക്കിക്കൊണ്ട് പറയുന്നു. എന്നാൽ ഇതിനിടെ സിഡ് പടക്കത്തിന് തീ കൊടുക്കുകയും അതുകൊണ്ട് അവർ ഉള്ളിൽ കയറി ഒളിക്കുകയും ഇതിനിടെ ടോയ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആൻഡി ടോയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ അവന്റെ അമ്മ അങ്ങോട്ടേക്ക് വരികയും നീ പിസ്സ പ്ലാനറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു എന്ന് ചോദിച്ചതും അവൻ ടോയ് ഒക്കെ അവിടെ ഇട്ട് അവിടെ നിന്നും പോകുന്നു. അതോടെ വുഡി പൂളിന്റെ ഒരു ബോൾ കാണുകയും അതോടെ അവൻ അത് ഉരുട്ടിയപ്പോൾ ജനാലക്കടുത്ത് ഒരു ഗ്യാപ്പിൽ പോയി അത് വീഴുന്നു. അതോടെ അവൻ അത് എടുക്കാൻ വേണ്ടി ബസ്സിനോട് പറയുകയും ഇതിനിടെ ബസ് അത് എടുക്കാൻ നോക്കുമ്പോൾ വുഡി അവിടെയുള്ള റിമോട്ട് കാറിന്റെ റിമോട്ട് എടുത്ത് ബസ്സിന് നേരെ സ്പീഡിൽ ഓടിക്കുകയും അതോടെ അത് ഒരു ഫ്രെയിമിൽ ഇടിച്ച് ആ ഫ്രെയിം വീഴുകയും ഇതിനിടെ അത് ഒരു ഗ്ലോബിൽ ഇടിച്ച് അത് ബസ്സിന് നേരെ ഉരുണ്ടു വരികയും അത് കണ്ട ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീഴുകയും ഇതിനിടെ അവൻ ജനാലിന്റെ അടുത്തേക്ക് മാറുന്നതോടെ ആ ഗ്ലോബ് ഒരു ലൈറ്റിൽ ഇടിച്ച് അത് ചുറ്റി വന്ന് ബസ്സിനെ ഇടിക്കുന്നു. അതോടെ ബസ് താഴേക്ക് പോയിരിക്കുകയാണ്. അതോടെ എല്ലാ ടോയ്സും ഇത് കാണുകയും അങ്ങോട്ടേക്ക് ഓടി വരികയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ ഡൈനോസർ RC കാറാണ് അവനെ തള്ളിയിട്ടത് എന്നൊക്കെ പറയുമ്പോൾ പൊട്ടാറ്റോമാൻ അത് റിമോട്ട് ഉപയോഗിച്ച് വുഡി അവനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് പറയുകയും അതോടെ എല്ലാവരും അവനെ നേർക്ക് തിരിയുകയും ഇതിനിടെ ആന്റി വരുന്ന സൗണ്ട് കേട്ട് എല്ലാവരും പഴയതുപോലെ ഇരിക്കുകയും ഇതിനിടെ ആന്റി ബസ്സിനെ നോക്കി കാണാത്തത് കൊണ്ട് വുഡിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ആന്റി നേരെ പോകുന്നത് കാറിന്റെ അടുത്തേക്കാണ്. അതോടെ അത് കണ്ട് ബസ് കാറിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുകയും അതോടെ അവർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വീട്ടിലുള്ള ടോയ്സ് ബസ്സിനെ രക്ഷിക്കാൻ വേണ്ടി പല വഴികളും നോക്കിയിട്ടും അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല. എന്നാൽ ഇതേ സമയം ആന്റിയുടെ വണ്ടി പെട്രോൾ പമ്പിൽ എത്തുകയും അതോടെ ആന്റിയും അമ്മയും ഒക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതോടെ ബസ് ഉള്ളിലേക്ക് വരികയും ഇതിനിടെ ബസ്സിനെ ജീവനോടെ കണ്ട വുഡി നീ ജീവനോടെ ഉണ്ടല്ലേ, നിന്നെ കിട്ടിയായിരുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ടോയ്സ് എന്നെ കൊന്നേനെ എന്നൊക്കെ പറയുകയും നീ അതവരോട് ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് പറയണമെന്നും വുഡി പറയുമ്പോൾ നീ എന്നെ കൊല്ലാൻ നോക്കിയത് ആണെന്ന് എനിക്കറിയാം, പക്ഷേ അത് എന്റെ പ്ലാനറ്റിലാണെങ്കിൽ ഞാൻ റിവെഞ്ച് എടുക്കില്ലായിരുന്നു, പക്ഷേ ഇതെന്റെ പ്ലാനറ്റ് അല്ല എന്ന് പറഞ്ഞ് ബസ് അവനെ അടിച്ച് വണ്ടിയിൽ നിന്ന് താഴേക്ക് ഇടുകയും ശേഷം അവനെ അടിച്ച് തെറിപ്പിക്കുകയും ചെയ്യുന്നു. അതോടെ ആന്റിക്ക് ദേഷ്യം വന്ന് അവനെ തിരിച്ചടിക്കുകയും ഇതിനിടെ അവന്റെ ഹെൽമെറ്റ് ഓണാക്കുന്നതോടെ ആന്റിയുടെ കൈ അതിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ബസ് അവനെ വീണ്ടും തിരിച്ചടിക്കുമ്പോൾ ആന്റി വണ്ടിയിൽ കയറുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ വുഡി വല്ലാതെ വിഷമിക്കുകയും എനിക്ക് ആന്റിയെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയും ഇതൊക്കെ ചെയ്തത് നീയാണെന്ന് പറഞ്ഞ് വുഡി ബസ്സിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ വലിയൊരു ട്രക്ക് അങ്ങോട്ടേക്ക് വരികയും ഇത് കണ്ട വുഡി അനങ്ങാതെ കിടക്കുകയും അതോടെ ട്രക്ക് വുഡിയുടെ തലയുടെ അടുത്ത് വന്ന് നിർത്തുകയും വുഡി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ ബസ് സ്റ്റാർ കമാൻഡിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ വുഡി ദേഷ്യം പിടിക്കുകയും ആന്റിയെ നമുക്ക് നഷ്ടപ്പെട്ടു, അവർ 2 ദിവസത്തിനകം വീടും മാറും, പിന്നെ അവരെ കണ്ടുപിടിക്കാനേ പറ്റില്ല എന്ന് വുഡി പറയുമ്പോൾ ഇതൊന്നും എന്റെ തെറ്റില്ല എന്ന് ബസ് പറയുകയും നീ എന്നെ ജനാലയിൽ നിന്ന് തട്ടിയിട്ടത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ബസ് പറയുമ്പോൾ നീ ആന്റിയുടെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് വുഡി പറയുകയും ഇതിനിടെ ബസ് നീ കാരണം ഈ പ്രപഞ്ചം തന്നെ അപകടത്തിലാണെന്ന് പറയുകയും നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ വുഡി ചോദിക്കുമ്പോൾ നമ്മുടെ ഗാലക്സിയിലെ ഒരു ഭാഗത്ത് ഒരുത്തൻ ഭയങ്കര ശക്തിയുള്ള ഒരു ആയുധം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ എനിക്ക് വിവരം കിട്ടി എന്നൊക്കെ ബസ് പറയുമ്പോൾ വുഡി ദേഷ്യത്തോടെ നീ ഒരു കളിപ്പാട്ടമാണെന്ന് ഒച്ചത്തിൽ അവന് പറഞ്ഞു കൊടുക്കുന്നു. നീ ഒരു സ്പേസ് റേഞ്ചർ ഒന്നുമല്ല, പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം
മാത്രമാണ് നീ എന്നും വുഡി അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബസ് അതൊന്നും കാര്യമാക്കുന്നില്ല. എന്നാൽ ഇതിനിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി പിസ്സ പ്ലാനറ്റിലെ വണ്ടി അവിടേക്ക് വരികയും അത് കണ്ട വുഡിക്ക് അവന്റെ അമ്മ നേരത്തെ പിസ്സ പ്ലാനറ്റിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞതായി ഓർമ്മ വരികയും അതിലേക്ക് കയറാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ ബസ്സിനെ കൂട്ടാതെ ചെന്നാൽ മറ്റ് ടോയ്സ് അവനെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് മനസ്സിലാവുകയും അതോടെ അവൻ ബസ്സിനെ വിളിക്കുന്നുണ്ടെങ്കിലും ബസ് പോവാൻ റെഡിയാവുന്നില്ല. അതോടെ വണ്ടിയുടെ മേലെയുള്ള സ്പേസ്ഷിപ്പ് പോലത്തെ സാധനം ബസ്സിന് കാണിച്ചു കൊടുക്കുകയും ഈ വണ്ടിയിൽ കയറി അവിടെ എത്തിയാൽ നിനക്ക് നിന്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ബസ്സിനെ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം അവർ പിസ്സ പ്ലാനറ്റിൽ എത്തുകയും ഒളിച്ച് അവർ പിസ്സ പ്ലാനറ്റിലേക്ക് കയറുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ ബസ് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഷിപ്പൊക്കെ ഉള്ളതായി കാണുകയും അവൻ അതൊക്കെ ശരിക്കുമുള്ള ഷിപ്പാണെന്നൊക്കെ കരുതി നോക്കി നിൽക്കുന്നു. എന്നാൽ ഇതിനിടെ വുഡി ആൻഡിയെ കാണുകയും അതോടെ ഒരു സ്പെഷ്യൽ ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ബസ്സിനെ കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാൽ ബസ് ഇതിനിടെ റോക്കറ്റ് ഷിപ്പ് കാണുകയും അതോടെ അവൻ ഒന്നും നോക്കാതെ അതിന്റെ അടുത്തേക്ക് ഓടുന്നു. എന്നാൽ ഇതിനിടെ വുഡി ആൻഡി വരുന്നതും കാത്ത് നിൽക്കുമ്പോൾ ബസ് അവിടെയുള്ള സ്പേസ് ഷിപ്പിലേക്ക് എടുത്തു ചാടുന്നത് കാണുകയും അതോടെ വേറെ വഴിയില്ലാതെ വുഡിയും അതിലേക്ക് ഓടിപ്പോകുന്നു. എന്നാൽ ബസ് ആണെങ്കിൽ അതിൽ കുറെ ഏലിയൻസിനെ കാണുകയും അതോടെ അവൻ ഞാൻ ബസ് ലൈറ്റിയർ ആണെന്ന് പറയുകയും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാനല്ല വന്നത് എന്ന് പറയുകയും ഇവിടെ ആരാണ് ലീഡർ എന്നും ബസ് ചോദിക്കുമ്പോൾ മുകളിലെ ആ പിക്കർ ഏലിയൻസ് ടോയ് കാണിച്ചു കൊടുക്കുകയും അത് തീരുമാനിക്കും നമ്മൾ ആരാണ് പോവേണ്ടത് എന്നും ഏലിയൻസ് പറയുകയും ഇതിനിടെ വുഡി നോക്കുമ്പോൾ സിഡ് അപ്പുറത്ത് നിന്ന് ഗെയിം കളിക്കുന്നത് കാണുകയും അത് അടിച്ചു പൊട്ടിച്ച് അതിനടുത്തേക്ക് വരികയും ചെയ്യുന്നു. അതോടെ വുഡി ചാടി ബസ്സിനെ ഒളിപ്പിക്കുകയും ഇതിനിടെ സിഡ് ആ സാധനത്തിൽ പൈസ ഇടുകയും അത് താഴേക്ക് ഇറക്കി ഒരു ടോയ് എടുക്കുകയും അത് എടുത്തതോടെ അവൻ ബസ് ലൈറ്റിയറിനെ കാണുകയും അതോടെ അവൻ ബസ് ലൈറ്റിയറിനെ എടുക്കാൻ വേണ്ടി വീണ്ടും അത് താഴ്ത്തുമ്പോൾ വുഡി അവിടെ ഒരു ഡോർ കാണുകയും അത് തുറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സിഡ് ബസ്സിനെ പിടിക്കുകയും അത് കണ്ട വുഡി ബസ്സിനെ വലിച്ച് ഡോർ വഴി പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോൾ ഏലിയൻസ് ബഹളം വെക്കുകയും പിക്കർ ചൂസ് ചെയ്താൽ ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞ് അവരെ മുകളിലേക്ക് കയറ്റി വിടുന്നു. അതോടെ ബസ്സിനോടൊപ്പം വുഡിയും കൂടെ പോകുന്നു. ശേഷം സിഡ് അവരെ രണ്ടുപേരെയും എടുക്കുകയും അവരെ ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം സിഡ് വീട്ടിലെ ഉള്ളിലേക്ക് കയറുകയും ഇതിനിടെ അവിടെ നിന്നും കിട്ടിയ ഏലിയനെ അവന്റെ നായ്ക്ക് കൊടുക്കുകയും അതോടെ നായ് അതിനെ കടിച്ച് കീറുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് വുഡിയും ബസ്സും പേടിച്ചിരിക്കുകയാണ്. ഇതിനിടെ സിഡിന്റെ അനിയത്തിയായ ഹാന അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ സിഡ് അവളുടെ ടോയെ പിടിച്ചു മേടിക്കുകയും ഈ ടോയ്ക്ക് രോഗമാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് ഓടുകയും റൂമിൽ കയറി വാതിലടച്ചതിന് ശേഷം അതിന്റെ തല കട്ട് ചെയ്ത് ഒരു ഡൈനോസറിന്റെ തല അതിനെ വെച്ച് പിടിപ്പിക്കുകയും അത് ഹാനയെ കാണിച്ച് അവളെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സിഡ് പോയത് കണ്ട വുഡി ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വാതിൽ ലോക്കാണെന്ന് മനസ്സിലാവുകയും എന്നാൽ ഇതിനിടെ അവൻ വിചിത്രമായ പല ടോയ്സിനെ അവിടെ കാണുകയും അവൻ പേടിച്ച് ബസ്സിന്റെ അടുത്തേക്ക് ഓടുകയും ബസ്സിന്റെ മേലെ കയറിയിരിക്കുകയും ചെയ്യുന്നു. അതോടെ വുഡി കൂടുതൽ പേടിക്കുകയും ഇതിനിടെ അവർ രണ്ടുപേരും കൊണ്ടുവന്ന ബാഗിൽ തന്നെ കയറിയിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ആൻഡിയുടെ വീട്ടിലുള്ള ടോയ്സിനെയാണ്. അവർ ഇപ്പോഴും ബസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ആൻഡിയുടെ വണ്ടി അങ്ങോട്ടേക്ക് വരികയും വീട്ടിൽ വന്ന് നിർത്തുകയും ചെയ്യുന്നു. അതോടെ ആൻഡി വുഡിയെ വണ്ടിയിൽ നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ല. അതോടെ വുഡി അമ്മയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മയും വുഡിയെ കണ്ടിട്ടില്ല. അതോടെ ഇതൊക്കെ ടോയ്സ് കേൾക്കുകയും ഇതിനിടെ അവിടെയുള്ളവൾ വുഡിയും പോയെന്ന് പറയുമ്പോൾ കൂടെയുള്ളവർ അവൻ കുറ്റം ചെയ്തത് കൊണ്ടാണ് അവൻ പോയിക്കളഞ്ഞത് എന്നൊക്കെ പറയുകയും അവൻ വെറുമൊരു ക്രൂരനാണ് എന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. സിഡ് വുഡിയെ എടുത്ത് വെയിലത്ത് വെച്ചിട്ട് ഒരു ലെൻസ് എടുത്ത് അവനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ സിഡിനെ അവന്റെ അമ്മ വിളിക്കുകയും അതോടെ വുഡി കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ സിഡിന്റെ ടോയ്സ് അങ്ങോട്ടേക്ക് വരികയും അതോടെ ബസ് അവന്റെ ലേസർ എടുത്ത് അവരെ അടിക്കുകയും പക്ഷേ അവർക്ക് ഒന്നും സംഭവിക്കാത്തത് കണ്ട് ബസ് ഇത് നശിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ നീ ഒരു ടോയ് ആണ് എന്നൊക്കെ വുഡി അവനെ വീണ്ടും പറഞ്ഞു മനസ്സിലാക്കുകയും അവിടെ ഡോർ തുറന്നത് കണ്ട് അവരെയും കൂട്ടി എങ്ങനെയൊക്കെ റൂമിൽ നിന്നും വെളിയിലിറങ്ങുകയും താഴേക്ക് ഓടിപ്പോകുമ്പോൾ അവിടെ സിഡിന്റെ നായ് കിടക്കുന്നത് കാണുകയും അതോടെ ശബ്ദമുണ്ടാക്കാതെ മുകളിലേക്ക് പോകുമ്പോൾ വുഡിയുടെ ബാക്കിലുള്ള സാധനം അവിടെ കുടുങ്ങുകയും അതോടെ അവന്റെ ഉള്ളിൽ നിന്നും ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നു. അതോടെ പട്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ട് റൂമിലായി ഒളിക്കുകയും ഇതിനിടെ ബസ്സിന്റെ അടുത്തേക്ക് നായ് വരികയും അവൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബസ് ഇതിനിടെ റൂമിലുള്ള TV ശ്രദ്ധിക്കുകയും അവൻ നോക്കുമ്പോൾ ബസ് ലൈറ്റിയറിന്റെ ടോയുടെ പരസ്യം അതിൽ കാണുകയും അതോടെ അവനൊരു ടോയ് ആണെന്ന് മനസ്സിലാവുകയും പരസ്യത്തിൽ ഈ ടോയ് പറക്കില്ല എന്നും കാണുന്നതോടെ അവന് വല്ലാതെ സങ്കടമാവുകയും അതോടെ അവൻ നടന്ന് കോണിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഇതിനിടെ അവൻ അവിടെ ഒരു ജനാല കാണുന്നതോടെ കോണിപ്പിടിയുടെ മുകളിലേക്ക് കയറുകയും അവന്റെ ചിറക് ഓണാക്കിയതിനു ശേഷം പറക്കാൻ റെഡിയാവുകയും അവിടെ നിന്ന് എടുത്ത് ചാടുകയും ചെയ്യുന്നു. അതോടെ അവൻ നേരെ താഴേക്ക് പോവുകയും കോണിയിൽ തട്ടി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതോടെ അവന്റെ ഇടത് കൈ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അതോടെ അവൻ അവിടെ കിടക്കുമ്പോൾ സിഡിന്റെ അനിയത്തിയായ ഹാന അവനെ കാണുകയും അതോടെ അവൾ അവനെ എടുത്ത് മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വുഡിയെയാണ്. വുഡി നേരത്തെ ഒളിച്ച റൂമിൽ നിന്നും ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ശേഷം അവൻ അടുത്തുള്ള റൂമിൽ നിന്നും സംസാരം കേൾക്കുകയും അതോടെ അവൻ ചെന്ന് നോക്കുമ്പോൾ കൈയില്ലാത്ത ബസ്സിനെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഇതിനിടെ അവന് ഒരു ഐഡിയ തോന്നുകയും ഹാനയെ അമ്മ വിളിക്കുന്നത് പോലെ ശബ്ദമാക്കുകയും അതോടെ അവൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും അമ്മയെ നോക്കി പോവുകയും ചെയ്യുന്നു. അതോടെ പുറത്തൊളിച്ച വുഡി ഉള്ളിലേക്ക് കയറി ചെല്ലുകയും ബസ്സിനോട് എവിടെ നിന്ന് പോവാമെന്നൊക്കെ പറയുമ്പോൾ ബസ് എന്തൊക്കെയോ ബോധമില്ലാതെ വിളിച്ചു പറയുകയും ഇതിനിടെ അവൻ വീണ്ടും
വീണ്ടും എന്തൊക്കെയോ പറയുന്നതോടെ ഹെൽമറ്റ് ഊരി ഒരു അടി കൊടുക്കുകയും അതോടെ അവന് ബോധം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. ശേഷം ബസ് റൂമിന്റെ പുറത്തിറങ്ങിയതോടെ ആ ജനാല കാണിക്കുകയും ആ ഒരു ജനാല വരെ എനിക്ക് പറന്ന് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയും ഇതിനിടെ സിഡിന്റെ റൂമിലുള്ള ജനാല വഴി ആന്റിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഉഡി അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതോടെ അവിടേക്ക് എത്തിയ ഉഡി ജനാല തുറക്കുകയും മറ്റ് ടോയ്സിനെ വിളിക്കുകയും ചെയ്യുന്നു. അതോടെ അവനെ കണ്ടതും അവർ വളരെ സന്തോഷിക്കുകയും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതോടെ ഉഡി അവർക്ക് നേരെ ലൈറ്റിന്റെ വയർ ചാടിക്കൊടുക്കുകയും അവർ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവിടെയുള്ള പെണ്ണ് നീ എന്താ അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ കഥയാണെന്ന് പറയുകയും ഞാൻ അങ്ങ് എത്തിയിട്ട് പറഞ്ഞു തരാമെന്നും പറയുന്നു. എന്നാൽ ഇതിനിടെ പൊട്ടാറ്റോ അങ്ങോട്ടേക്ക് വരികയും ഇവൻ ബസ്സിനെ തള്ളിയിട്ടവനാണെന്ന് പറയുകയും അതുകൊണ്ട് അവനെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബസ് ഇവിടെയുണ്ടെന്ന് ഉഡി പറയുകയും എന്നാൽ അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പൊട്ടാറ്റോ പറയുമ്പോൾ ഉഡി ബസ്സിനോട് മുകളിലേക്ക് കയറി വരാൻ പറയുന്നുണ്ടെങ്കിലും അത് കൂട്ടാക്കാതെ ബസ് അവനെ ആ പൊട്ടിയ കൈ എറിഞ്ഞെടുക്കുകയും ഇതോടെ ഉഡി അത് വെച്ച് ബസ് ഹായ് പറയുന്നതായിട്ടൊക്കെ ആക്ട് ചെയ്യുകയും ഇതിനിടെ അവർ അവനെ അങ്ങോട്ടേക്ക് വലിച്ചു കയറ്റാൻ റെഡിയാവുകയും ഇതിനിടെ ബസ്സിന്റെ കൈ മുഴുവനായി പുറത്തേക്ക് എടുക്കുകയും അതോടെ അവർ പേടിച്ചു പോവുകയും വയറ് താഴേക്കിടുകയും അവൻ പറയുന്നത് കേൾക്കാതെ അവിടെ നിന്ന് പൊയ്ക്കളയുകയും ചെയ്യുന്നു. അതോടെ ഉഡിക്ക് വല്ലാതെ വിഷമമാവുകയും അവൻ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൻ പുറകിലേക്ക് നോക്കുമ്പോൾ സിഡിന്റെ ടോയ് ബസ്സിന് ചുറ്റും കൂടുകയും അവനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉഡി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയും എന്നാൽ ഇതിനിടെ ഉഡിയുടെ കയ്യിലുള്ള ബസ്സിന്റെ കൈ അത് പിടിച്ചു മേടിക്കുകയും ഇതിനിടെ ഉഡി നോക്കുമ്പോൾ അത് ശരിയാക്കിയതായും ഉഡി കാണുന്നു. അതോടെ അവർ നല്ലവരാണെന്ന് ഉഡിക്ക് മനസ്സിലാവുകയും ഇതിനിടെ ഡൈനോസർ തല വെച്ച് പിടിപ്പിച്ച ടോയിയുടെ മുഖം ശരിയാക്കിയതായൊക്കെ ഉഡി കാണുകയും ഇതിനിടെ ഉഡി അവരോട് താങ്ക്സ് ഒക്കെ പറയുമ്പോൾ സിഡ് വരുന്ന ശബ്ദം കേൾക്കുകയും അതോടെ അവർ എല്ലാവരും ഒളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബസ് അവൻ പറക്കാൻ പറ്റാത്ത ഷോക്കിൽ അവിടെ ഇരിക്കുമ്പോൾ ഉഡി അവനെ ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. അതോടെ ഉഡി അവിടെ ഒളിക്കുകയും ഇതിനിടെ സിഡ് റൂമിലേക്ക് എത്തുകയും ചെയ്യുന്നു. ശേഷം സിഡ് ഒരു റോക്കറ്റ് എടുക്കുകയും അത് വെച്ച് പൊട്ടിക്കാൻ വേണ്ടി ഒരു ടോയ് നോക്കുകയും ഇതിനിടയിൽ ബസ് അവിടെ കിടക്കുന്നതായി സിഡ് കാണുകയും അതോടെ ബസ്സിനെ അവൻ എടുത്ത് അതിൽ ഒട്ടിച്ചു വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ വലിയ ഇടിയെടുക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നു. അതോടെ സിഡ് ദേഷ്യം പിടിച്ച് നാളെ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുന്നു. എന്നാൽ ഇതേ സമയം ആന്റി ബസ്സിനെ ഉടിയും കാണാത്ത വിഷമത്തിൽ ഒരുപാട് സങ്കടപ്പെടുകയും ഇതിനിടെ അവന്റെ അമ്മ നാളെ നമ്മൾ വീട് വിട്ടു പോകുന്നതിന് മുന്നേ അവരെ തപ്പിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും അതോടെ ആന്റി ഉഡിയുടെ തൊപ്പിയും പിടിച്ച് ഉറങ്ങുന്നു. ഇതേ സമയം ഉഡിയാണെങ്കിൽ നേരത്തെ ഒളിച്ചതിന്റെ മേലെ ടൂൾ ബോക്സ് വെച്ചതുകൊണ്ട് അതിൽ പെട്ടുപോവുകയും ഇതിനിടെ ബസ്സിനെ വിളിച്ച് രക്ഷിക്കാൻ പറയുന്നുണ്ടെങ്കിലും ബസ് ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഉഡി അവനെ പ്രോത്സാഹിപ്പിക്കുകയും നീ ഇല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും എന്നാൽ ഇതിനിടെ ബസ് ഇവിടെയും അവിടെയും എന്താണ് വ്യത്യാസം എന്നൊക്കെ പറയുകയും ഞാൻ വെറും ഒരു കളിപ്പാട്ടമാണ്, ഞാനൊരു സ്പേസ് റേഞ്ചറുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ വിഷമിക്കുമ്പോൾ നിന്നെ കാത്ത് വീട്ടിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. അവൻ കരുതുന്നത് നീ വലിയ ഏതോ സ്പേസ് റേഞ്ചർ ആണെന്നാണ്. നീ അവന്റെ ബസ് ലൈറ്റിയർ ആണ്. അവൻ നിന്നെ വെച്ച് കളിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് ചിറകുകളുണ്ട്. നീയാണെങ്കിൽ രാത്രിയിൽ തിളങ്ങും, സംസാരിക്കുകയും ചെയ്യും. നിനക്കാണെങ്കിൽ ആ ഹെൽമറ്റും ഉണ്ട്. നീ ഒരു അടിപൊളി ടോയ് ആണ് എന്ന് ഉഡി പറയുകയും എനിക്കാണെങ്കിൽ ആകെയുള്ളത് ഈ സൗണ്ട് ആണെന്ന് പറഞ്ഞ് ബാക്കിൽ നിൽക്കുന്ന കയറ് വലിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിന്നെ കെട്ടിയതോടെ അവന് നിന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറയുകയും ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിലും നീ പോകണമെന്ന് പറയുകയും ശേഷം അവനവിടെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ ബസ് അവന്റെ കാലിന്റെ അടിയിൽ ആന്റി എന്ന് എഴുതിയത് നോക്കുകയും ശേഷം ഉഡിയെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ മേലേക്ക് കയറുകയും അവനെ അതിൽ നിന്നും ഇറക്കാൻ നോക്കുമ്പോൾ ആന്റിയുടെ വീട് മാറാനുള്ള ട്രക്ക് വരുന്നത് ഇതിനിടയിൽ അവർ കാണുകയും അതോടെ അവർ പെട്ടെന്ന് തന്നെ അത് നീക്കി അതിൽ നിന്നും രക്ഷപ്പെടുകയും എന്നാൽ ഇതിനിടെ അലാറം അടിക്കുന്നതോടെ സിഡ് എണീക്കുകയും ഇതിനിടെ സിഡ് നോക്കുമ്പോൾ ബസ് അവിടെ ഇരിക്കുന്നത് കാണുകയും അതോടെ അവൻ ബസ്സിനെയും എടുത്ത് റോക്കറ്റ് വെച്ച് പൊട്ടിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതോടെ ഇത് കണ്ട ബുഡി അവിടെയുള്ള ടോയ്സിനോട് ഹെൽപ്പ് ചോദിക്കുകയും ഇതിനിടെ ആ ടോയ്സ് ഒക്കെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് അവനെ സിഡ് പടക്കം വെച്ച് പൊട്ടിക്കുമെന്ന് പറയുകയും അതെല്ലാം ഞാൻ കാരണമാണെന്നും അവനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണമെന്ന് പറയുകയും അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണമെന്ന് ബുഡി പറയുകയും അവൻ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഒരു ടോയ് അങ്ങോട്ടേക്ക് വരികയും ടേബിളിന്റെ കാലിനിട്ട് മുട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ അത് കേട്ട എല്ലാ ടോയ്സും അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ ബുഡി പ്ലാൻ റെഡിയാക്കാൻ നോക്കുകയും എന്നാൽ ഇതേ സമയം വീടൊഴിഞ്ഞു പോവാൻ ആന്റി റെഡിയാവുകയും അവൻ സങ്കടത്തോടെ ഉഡിയുടെ തൊപ്പിയും ബസ്സിന്റെ ബോക്സും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സിഡിനെയാണ്. സിഡ് ആണെങ്കിൽ അവനെ റോക്കറ്റ് ഇട്ട് പൊട്ടിക്കാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഉഡിയെ കാണിക്കുകയും ഉഡി പ്ലാനൊക്കെ തയ്യാറാക്കി കഴിയുകയും ചെയ്യുന്നു. അതോടെ അവർ അതിനനുസരിച്ച് നീങ്ങുകയും ഇതിനിടെ രണ്ടുപേർ റോഡിന്റെ ഉള്ളിലൂടെയൊക്കെ ചെന്ന് വീടിന്റെ ഫ്രണ്ടിലെത്തുകയും ശേഷം ഒരുത്തൻ തൂങ്ങി നിന്ന് ആടി ബെല്ലടിക്കുകയും അതോടെ ബെല്ലടിച്ച ഉടനെ റൂമിന്റെ വാതിൽ തുറക്കുകയും ഒരു തവളയെ പറഞ്ഞു വിടുകയും അതോടെ പട്ടി അതിന്റെ പുറകെ പോവുകയും ഇതിനിടെ ഉഡിയും താഴേക്ക് പോവുകയും ഇതേ സമയം ഹാന വന്ന് വാതിൽ തുറക്കുകയും ശേഷം അവൾ ആരാണ് ബെല്ലടിച്ചതെന്ന് നോക്കുമെങ്കിലും ആരെയും കാണുന്നില്ല. എന്നാൽ ഇതിനിടെ തവള പട്ടിയെ വാതിക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഇതിനിടെ തവളയെ ആ ടോയ് മുകളിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ഇതേസമയം ഹാനയെ പട്ടി തള്ളിയിടുകയും അതോടെ അവൾ പട്ടിയെ പുറത്തിട്ട് വാതിലടക്കുകയും ചെയ്യുന്നു. അതോടെ മുകളിൽ നിന്നും വേറെ വഴിയിലൂടെ ഊടിയും കൂട്ടരും പുറത്തേക്ക് എടുത്തു ചാടുകയും ശേഷം ഊടി സിഡിനെ നോക്കുമ്പോൾ സിഡ് ഷെഡിലാണ്. അതോടെ എല്ലാ ടോയ്സും ഒളിച്ചും പത്തും ഒക്കെ അവിടെ ഇവിടെയും ഒളിക്കുകയും ഇതിനിടെ ഊടിയാണെങ്കിൽ ബസ്സിന്റെ അടുത്ത് എത്തുകയും ഇതിനിടെ സിഡ് പുറത്തു വരുന്നതോടെ ഊടി
വുഡി ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. അതോടെ സിഡ് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് അവനെ എടുക്കുകയും അവനെ ഗ്രില്ല് ചെയ്യുന്ന അതിലിട്ടതിന് ശേഷം പോക്കറ്റിൽ ഒരു തീപ്പെട്ടി കുത്തിവെക്കുകയും നിന്നെ പിന്നെ ഗ്രില്ല് ചെയ്തോളാമെന്ന് പറഞ്ഞ് ബസ്സിനെ പൊട്ടിക്കാൻ വേണ്ടി ബസ്സിന് നേർക്ക് ചെല്ലുകയും ഇതേസമയം എല്ലാ ടോയ്സും റെഡിയാവുകയും സിഡ് ബസ്സിനെ കത്തിക്കാൻ പോയതും വുഡിയിൽ നിന്ന് എന്തോ ശബ്ദമുണ്ടാവുകയും അതോടെ അതെന്താണെന്ന് പറഞ്ഞ് സിഡ് അത് ചെന്ന് നോക്കുകയും ഇതിനിടെ ഇതെന്ത് ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞ് അവന് ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുകയാണ് സിഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞതും അവന് ചെറുതായി പേടിയാവുകയും എന്നാൽ ഇതിനിടെ അവൻ പല കോലങ്ങളുമാക്കിയ ടോയ്സ് പ്രേതം പോലെ അവന്റെ അടുത്തേക്ക് വരികയും ഇതിനിടെ അവന് ചുറ്റും ടോയ്സ് വന്ന് നിറയുകയും അതോടെ അവൻ പേടിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ വെച്ച് സൂക്ഷിച്ചു കളിക്കട എന്ന് വുഡി ശരിക്കും പറയുകയും അതോടെ അവൻ പേടിച്ച് ഉള്ളിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. അതോടെ വുഡിയും ബാക്കിയുള്ള ടോയ്സ് ഒക്കെ സന്തോഷിക്കുകയും ഇതിനിടെ സിഡ് ഉള്ളിൽ ചെന്ന് അവന്റെ അനിയത്തിയോട് ടോയ്സ് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും ഇതിനിടെ അവളുടെ കയ്യിൽ ടോയ് കണ്ടതും അവൻ പേടിക്കുകയും അതോടെ അവൾ അവന്റെ ബാക്കിൽ തന്നെ ഓടി അവനെ പേടിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് വുഡിയാണ്. വുഡിയാണെങ്കിൽ അവന്റോടൊപ്പം നിന്ന എല്ലാ ടോയ്സിനോടും നന്ദി പറയുകയും ഇതിനിടെ ബസ് വുഡിയോടും നന്ദി പറയുന്നു. അതോടെ ആന്റിയുടെ അമ്മയുടെ കാർ ഹോൺ അടിക്കുകയും അവർ വീട് വിട്ടു പോവുകയാണെന്നും അവർക്ക് മനസ്സിലാവുന്നു. അതോടെ ബസ്സും വുഡിയും അവരുടെ അടുത്തേക്ക് ഓടുകയും എന്നാൽ ഇതിനിടെ ബസ്സിന്റെ റോക്കറ്റ് കുടുങ്ങി അവിടെ നിന്ന് പോവുകയും ശേഷം അവർ അത് മാറ്റി അവിടെ ചെല്ലുമ്പോഴേക്കും ആന്റി പോവുകയും ചെയ്യുന്നു. അതോടെ അവർ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ നിൽക്കുമ്പോൾ പുറകിൽ നിന്നും അവരുടെ സാധനങ്ങളുള്ള ട്രക്ക് പോകുന്നത് കാണുകയും ഇതിനിടെ അവർ അതിന്റെ പുറകെ തന്നെ ഓടുകയും ഇതിനിടെ സിഡിന്റെ പട്ടി അവർ ഓടുന്നത് കാണുകയും ഇതേസമയം ബസ് ട്രക്കിൽ തൂങ്ങി നിന്ന ഒരു കയറിൽ പിടിച്ചു നിൽക്കുകയും ശേഷം അവൻ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. അതോടെ വുഡിയും എങ്ങനെയൊക്കെയോ കയറ് ചാടി പിടിക്കുകയും അതിൽ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് പട്ടി വരികയും അവന്റെ കാലിനിട്ട് കടിക്കുകയും ചെയ്യുന്നു. അതോടെ വുഡി കയറിൽ നിന്നും താഴേക്ക് പോവുകയും കയറ് വിട്ടുപോകാൻ നോക്കുമ്പോൾ ആന്റിയെ നീ നോക്കണമെന്ന് പറഞ്ഞ് അവനത് വിടാൻ പോകുമ്പോൾ ബസ് പട്ടിയുടെ മേലേക്ക് എടുത്തു ചാടുകയും പട്ടിയുടെ കണ്ണൊക്കെ വലിച്ച് ഇടങ്ങാറക്കുമ്പോൾ പട്ടി വുഡിയെ വിടുകയും ബസ്സിന് നേർക്ക് തിരിയുകയും ചെയ്യുന്നു. അതോടെ ബസ് ഇപ്പോൾ കുറെ ദൂരെയാണ് ഉള്ളത്. അതോടെ വുഡി ട്രക്കിന്റെ ഷട്ടർ തുറക്കുകയും ഇതിനിടെ ട്രക്ക് ട്രാഫിക്കിലെത്തുന്നതോടെ ബ്രേക്ക് പിടിച്ചതും ഷട്ടർ മുഴുവനായി പൊങ്ങുകയും ചെയ്യുന്നു. അതോടെ വുഡി ഉള്ളിൽ കയറി ആന്റിയുടെ ടോയ്സിന്റെ പെട്ടി തുറക്കുകയും അതിൽ റിമോട്ട് കാർ ഇല്ലെന്ന് കണ്ടതും വുഡി വേറെ പെട്ടി തുറക്കുകയും അതിൽ റിമോട്ട് കാറിനെ കണ്ടതോടെ വുഡി റിമോട്ട് കാറിനെ പുറത്തേക്ക് തള്ളുകയും റിമോട്ട് ഉപയോഗിച്ച് ഓടിക്കാനും തുടങ്ങുന്നു. ശേഷം റിമോട്ട് കാർ ബസ്സിന്റെ അടുത്തേക്ക് എത്തുകയും ബസ്സിനെ അതിൽ കയറ്റി സ്പീഡിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ മറ്റു ടോയ്സ് വുഡി റിമോട്ട് കാറിനെയും തള്ളിയിട്ടു എന്ന് പറഞ്ഞ് അവനെ നേർക്ക് തിരിയുകയും ഇതിനിടെ വുഡിയെ അവർ തള്ളിയിടാൻ നോക്കുമ്പോൾ വുഡി റിമോട്ടിൽ എന്തൊക്കെയോ അമർത്തുകയും അതോടെ വണ്ടി ചുറ്റിയൊക്കെ വരികയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ പട്ടി ട്രാഫിക്കിലെത്തുകയും അത് കാരണം അവിടെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടെ പട്ടിയുടെ ശല്യം ഒഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ മറ്റു ടോയ്സ് വുഡിയെ എടുത്ത് റോട്ടിലേക്ക് ഇടുകയും അതോടെ അവൻ അവിടെ ഇരിക്കുമ്പോൾ റിമോട്ട് കാർ പുറകിൽ നിന്ന് വരികയും അവനെ ഇടിച്ച് അവനതിൽ കയറിപ്പോവുകയും ചെയ്യുന്നു. അതോടെ വുഡി റിമോട്ടിൽ ടർബോ സ്പീഡ് ഓണാക്കുകയും അതോടെ സ്പീഡിൽ അവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ കൂടെയുള്ള ബൈനോക്കുലർ ബസ്സിനെയും വുഡിനെയും കാണുകയും അതോടെ കൂടെയുള്ളവർ വുഡി പറഞ്ഞത് സത്യമാണെന്ന് പറയുകയും ശേഷം അവർക്ക് കയറാൻ വേണ്ടി ട്രക്കിന്റെ ഡോറ് താഴ്ത്തുകയും ഇതിനിടെ സ്പ്രിംഗ് പട്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് പോവുകയും അവരെ കൈപിടിച്ച് കയറ്റാൻ നോക്കുമ്പോൾ റിമോട്ട് കാറിന്റെ ബാറ്ററി തീരുകയും സ്പീഡ് കുറയുകയും ചെയ്യുന്നു. അതോടെ പട്ടി വലിഞ്ഞു പോവുകയും ഇതിനിടെ പട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതോടെ അത് പിടിവിടുകയും ചെയ്യുന്നു. അതോടെ അവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ബസ്സിന് അവന്റെ ബാക്കിലുള്ള റോക്കറ്റ് ഓർമ്മ വരികയും ഇതിനിടെ വുഡിക്ക് സിഡ് നേരത്തെ പോക്കറ്റിലിട്ട തീപ്പെട്ടി ഓർമ്മ വരികയും അതോടെ അവൻ അത് എടുത്ത് കത്തിക്കാൻ നോക്കുമ്പോൾ അതൊരു വണ്ടി വന്ന് കെട്ടുപോവുകയും അതോടെ അവർ വേറെ വഴിയില്ലാതെ അവിടെ പെട്ടുപോവുകയും ചെയ്യുന്നു. അതോടെ വുഡിയും ബസ്സും വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ ബസ്സിന്റെ ഹെൽമറ്റ് വഴി വെയിൽ വന്ന് വുഡിയുടെ കൈ കത്തുകയും അതോടെ അതുവഴി പടക്കം കത്തിക്കുകയും അവർ സ്പീഡിൽ പോകാൻ വേണ്ടി ആർസിയുടെ മേലിൽ കയറിയിരിക്കുകയും ഇതിനിടെയാണ് റോക്കറ്റ് പൊട്ടില്ല എന്ന് വുഡിക്ക് മനസ്സിലാവുകയും എന്നാൽ ഇതിനിടെ റോക്കറ്റ് കത്തുകയും സ്പീഡിൽ പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ അവർ ട്രക്കിന്റെ അടുത്തേക്ക് എത്തുകയും ഇതിനിടെ ബസ് അവനെ മുകളിലേക്ക് പൊക്കുകയും അതോടെ റിമോട്ട് കാറിനെ ട്രക്കിലേക്ക് ഇട്ടതിനു ശേഷം ബസ്സും വുഡിയും മുകളിലേക്ക് പറക്കുകയും ഇതിനിടെ വുഡി റോക്കറ്റ് ഇപ്പൊ പൊട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബസ് ചിറകങ്ങ് ഓണാക്കുകയും അതോടെ പ്ലാസ്റ്റർ മുറിഞ്ഞ് റോക്കറ്റ് മുകളിൽ പോയി പൊട്ടുകയും ചെയ്യുന്നു. ശേഷം അവർ താഴേക്ക് ഒറ്റയടിക്ക് പോവുകയാണ്. അതോടെ ബസ് നല്ല കാറ്റുള്ളത് കൊണ്ട് മുകളിലേക്ക് പറക്കുകയും ഇതിനിടെ നീ പറക്കുകയാണ് എന്നൊക്കെ വുഡി പറയുമ്പോൾ ഇത് പറക്കുകയല്ല സ്റ്റൈലായി വന്ന് ഇറങ്ങുകയാണെന്നൊക്കെ ബസ് പറയുകയും ശേഷം വുഡിയും ബസ്സും ട്രക്കിനെ വെട്ടിച്ച് ആന്റിയുടെ കാറിൽ തന്നെ പോയി വീഴുന്നു. അതോടെ ആന്റി എന്തോ ശബ്ദം കേട്ട് സൈഡിൽ നോക്കുമ്പോൾ അവരെ രണ്ടുപേരെയും കാണുകയും അതോടെ അവന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ക്രിസ്മസിനാണ്. ക്രിസ്മസിന് എന്തൊക്കെ ഗിഫ്റ്റാണ് ആന്റിക്ക് കിട്ടിയത് എന്ന് നോക്കാൻ വേണ്ടി പട്ടാളക്കാരെ വിടുകയും ഇതിനിടെ പട്ടാളക്കാർ വോക്കി ടോക്കി വഴി അതൊക്കെ അവരെ അറിയിക്കുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ അത് വലിയൊരു പെട്ടിയാണെന്നൊക്കെ പട്ടാളക്കാർ വോക്കി ടോക്കി വഴി അറിയിക്കുകയും ഇതിനിടെ ബസ് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നിന്നേക്കാൾ നല്ല ടോയ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വുഡി ബസ്സിനെ ആശ്വസിപ്പിക്കുകയും ഇതിനിടെ അതൊരു പട്ടിയാണെന്ന് പറയുന്നതോടെ അവർക്ക് സന്തോഷമാവുന്നു. അതോടെ ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിച്ചിരിക്കുകയാണ്. 1995 $30 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ പടം $373 മില്യൺ ആണ് വേൾഡ് വൈഡായി നേടിയത്. ഇത് വമ്പൻ ഹിറ്റായതോടെ പിക്സാർട്ട് സ്റ്റുഡിയോസ് തന്നെ ഇത്
ഇതിന്റെ 2, 3, 4 ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു സിനിമയുമായി കാണുന്നവരിക്കും ബൈ ഫ്രം RN.